ചെറുപയർ കറി ഫ്രീസ് ചെയ്തിട്ട് കറി എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന് ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ചെയ്യുന്നത് ചില ഫ്രണ്ട്സ് എന്നോട് തിരക്കിയായിരുന്നു. എല്ലാ ആഴ്ചയും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല, ചില ആഴ്ചകൾ നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള വീക്സിൽ വർക്ക് ലൈഫ് ബാലൻസ് താളം തെറ്റാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആട്ടോ പറയാൻ പോകുന്നത്. സാറ്റർഡേ ഏർലി മോർണിംഗ് തന്നെ പണി തുടങ്ങാൻ ഞാൻ പറയില്ല കേട്ടോ, പക്ഷെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം മതി. ചെറുപയറോ ഗ്രീൻ പീസോ പയറോ കടലയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ എന്താണോ വേണ്ടത് അത് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 8-10 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിടണം. അതിനുശേഷം ഇതുപോലെ സവാള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് സാധാരണ നിങ്ങൾ എങ്ങനെയാണോ വേവിക്കുന്നത് അതുപോലെ വേവിച്ചെടുക്കാം. പയർവർഗ്ഗങ്ങൾ മാത്രമല്ല പച്ചക്കറികളും നമുക്ക് 2-3 ഡേയ്സ് ഈസി ആയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. പച്ചക്കറികൾ ആദ്യമേ തന്നെ നന്നായി കഴുകി വെക്കണം. ഇതുപോലെ മീറ്റ് ആയാലും പച്ചക്കറി ആയാലും പയർവർഗ്ഗങ്ങളായാലും എന്ത് തന്നെയായാലും ഫ്രീസ് ചെയ്യണതിന് അതിൻ്റെതായ രീതികളുണ്ട്. കറി ഉണ്ടാക്കിയ ശേഷം മണിക്കൂറുകളോളം പുറത്ത് വെച്ചിട്ടല്ല അത് ഫ്രീസ് ചെയ്യാൻ വെക്കേണ്ടത്. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ചൂടാറി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അത് അപ്പം തന്നെ ഫ്രീസറിലേക്ക് എടുത്തു വെക്കണം. ഇവിടെ ഞാൻ അവിയലും ചിക്കനും പയറും കടലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.